ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാ ഒരു വീഡിയോ ആട്ടോ. നമ്മൾ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ഇത് നോമ്പിൻ്റെ വീഡിയോ അല്ല, നോമ്പിൻ്റെ മുമ്പ് നമ്മൾ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പലഹാരം ചപ്പാത്തി ആയിരുന്നു. പിന്നെ നമ്മൾ ഉച്ചക്കലേക്ക് നല്ലൊരു വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മത്തന് എല്ലാ പച്ചക്കറികളും ഉണ്ട്. മത്തന്, കുമ്പളങ്ങ, ക്യാരറ്റ്, ബീൻസ്, പയറെല്ലാം അതിട്ടിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇളക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷേ വെച്ചിട്ട് പിന്നെ കുറച്ച് ക്യാബേജും കൂടി ഉണ്ടാകുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി വാങ്ങുമ്പോൾ എല്ലാതും കൂടി ഉണ്ടാകുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് വേറൊരു കറിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ കഴിക്കുക. എല്ലാ പച്ചക്കറിയുടെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കുട്ടികളൊന്നും നമ്മൾ എന്ത് കാട്ടിയാലും ഇങ്ങനത്തെ ഒന്നും കഴിക്കൂല അല്ലേ. അപ്പോൾ അങ്ങനെ ഉപ്പേരിട്ടതൊക്കെ നമ്മൾ ഇളക്കിയിട്ട് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കഴുകിയെടുത്ത വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കളറ് മാറുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ നമ്മൾ പച്ചക്കറി എല്ലാതും കൂടി വെച്ചിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ഇനി ഇതുപോലെ എല്ലാ പച്ചക്കറികളും ഉള്ളവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ചോറിൻ്റെ ഒപ്പം നമുക്കിത് മാത്രം മതി കഴിക്കാൻ. നല്ല ഗുണമാണ് ശരീരത്തിന്. പിന്നെ നമ്മളൊരു പരിപ്പും തക്കാളിയും കറി ഉണ്ടാക്കുന്നുണ്ട്. പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പടവലങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വിസിൽ വെച്ചിട്ട് നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. തേങ്ങയും ഒഴിച്ചിട്ട് എടുത്ത് തിളപ്പിച്ചണം. തേങ്ങയിൽ നമ്മൾ ചെറിയ ജീരകം, ഉള്ളി മാത്രം കൂട്ടിയിട്ടുള്ള അരച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഒരേ ഒരു തള വരുമ്പോൾ നമ്മൾക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഒരു തള വന്നിട്ടുണ്ട്, വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ കറുത്ത് പോകും കേട്ടോ. പിന്നെ കടുകും കറിവേപ്പിൻ്റെ എല്ലാം വെച്ചിട്ടൊന്ന് താളിച്ചിട്ടാൽ നമ്മൾ പരിപ്പും പടവലങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ ചോർക്ക് കയ്പ്പക്ക, തക്കാളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിലേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. പിന്നെ നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ കടുക് എണ്ണയും വെച്ചിട്ട് ഇതൊന്ന് താളിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം തേങ്ങക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആ താളിച്ചിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.